ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പത്നി സാറാ ബീവിയും മകൻ ഇസ്ഹാഖ് നബിയും ജെറുസലമിലാണല്ലോ താമസിച്ചത്. അദ്ദേഹത്തിന്റെ ഇസ്മായിൽ എന്ന പുത്രനും കുടുംബവും അറേബ്യയിലാണ് താമസിച്ചത്. ഇബ്രാഹിം നബിക്ക് മറ്റൊരു ഭാര്യയിൽ മദിയൻ എന്നൊരു പുത്രൻ കൂടി ഉണ്ടായിരുന്നു. ആ മകനെ മക്കയിൽ നിന്ന് ജെറുസലേമിലേക്ക് ഉള്ള യാത്രയിലെ ഇടത്താവളമായ ഒരു ദേശത്താണ് താമസിപ്പിച്ചത്. ആ സ്ഥലത്ത് ധാരാളം മരങ്ങളുണ്ടായിരുന്നു. ക്രമേണ ആ സ്ഥലം ജനവാസം നിറഞ്ഞ ഒരു ഗ്രാമമായി. പേര് മദിയൻ ദേശം. അവിടുത്തെ ജനങ്ങൾ കച്ചവടമാണ് തൊഴിലാക്കിയത്. ഷാം, അറേബ്യ, മിസർ, മെസപ്പട്ടോമിയ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം എത്തുന്ന കച്ചവട ചരക്കുകൾ കൈമാറാൻ പറ്റിയ മധ്യസ്ഥലമാണത്. കച്ചവട കേന്ദ്രമായതോടെ പല ദേശത്തു നിന്നും ആളുകളെത്തി. ജനങ്ങളിൽ പല ദുശീലങ്ങളും ഉണ്ടായി. ഇബിലീസ് ആണെങ്കിലോ അവസരം കാത്തിരിക്കുകയല്ലേ. കച്ചവടക്കാരെ പല കള്ളത്തരങ്ങളും പഠിപ്പിച്ചു. അളവ് പാത്രങ്ങളും തൂക്കക്കട്ടികളും 2 തരം ഉണ്ടാക്കി. അളന്ന് വാങ്ങുവാനൊന്ന്, കൊടുക്കുവാൻ മറ്റൊന്ന്. ചുരുക്കി പറഞ്ഞ ജനങ്ങളെ വഞ്ചിച്ച് എളുപ്പത്തിൽ കാശുണ്ടാക്കുക എന്നതായി നാട്ടുകാരുടെ സ്വഭാവം. പണ്ട് പുരാതന കാലത്തും അഴിമതിയും വഞ്ചനയും ഒക്കെ ഉണ്ടായിരുന്നു. ഏതൊരു സ്ഥലത്തും അഴിമതി പെരുകുമ്പോൾ അല്ലാഹു തആലയുടെ നടപടിക്രമം എന്താണ്? ഒരു താക്കീതുകാരനെ നിയോഗിക്കുക എന്നതാണല്ലോ. ശിക്ഷ ഇറക്കുകയല്ലേ? കഠിനമായി ശിക്ഷിക്കും. പക്ഷേ അതൊരു താക്കീതുകാരനെ നിയോഗിച്ച് അദ്ദേഹത്തെ അവർ അനുസരിച്ചില്ലെങ്കിൽ മാത്രം. ഈ മദിയൻ ദേശക്കാരിലേക്ക് അയച്ചത് ഷുഐബ് നബിയെയാണ്, അവരിൽ നിന്ന് തന്നെയുള്ള നല്ലൊരാളെ. എന്നിട്ട് ഷുഐബ് നബിയെ അവർ അനുസരിച്ചോ? ചിലര്. അവർ അല്ലാഹുവിനെ ആരാധിച്ചില്ലേ? അവരിൽ അധിക പേരും ബിംബങ്ങളെ ആരാധിച്ചു. അതിനും പുറമെ ഒരു വൻ വൃക്ഷത്തെയോ അതോ ഒരു മരക്കൂട്ടത്തെയോ ആരാധിച്ചിരുന്നു. അതുകൊണ്ടാവാം അവരെ അസ്ഹാബുൽ ഐക്കത്ത് എന്ന് വിളിച്ചത്. ഷുഐബ് നബി അവരെ ഉപദേശിച്ചത് നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും അവർ കാണിക്കുന്ന ചതിയും കള്ളത്തരവും ഏറ്റവും വലിയ അപകടകാരിയാണെന്നും അറിയിച്ചു. അദ്ദേഹം ഉപദേശിച്ചത് ഇങ്ങനെയാ: എൻ്റെ ജനങ്ങളെ, നിങ്ങൾ നീതിയോടെ തികച്ചളക്കുകയും തൂക്കുകയും ചെയ്യുവിൻ. ജനങ്ങൾക്ക് അവരുടെ വസ്തുക്കൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് അവരെ താക്കീത് ചെയ്യുകയും ചെയ്തു. ജനങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടുത്തിയാൽ എന്താ പറ്റുക? നഷ്ടപ്പെടുത്തിയാൽ അതിന്റെ 70 ഇരട്ടി പരലോകത്ത് വെച്ച് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതിന് പരലോകത്ത് കയ്യിൽ പൈസ ഉണ്ടാവും. പൈസ അല്ല, പുണ്യവും പാപവും എല്ലാവരുടെ അക്കൗണ്ടിലും ഉണ്ടാവുമല്ലോ. പുണ്യത്തിൽ നിന്ന് കൊടുത്ത ബാക്കിയൊന്നും കാണില്ല. രക്ഷപ്പെടാൻ നരകം മാത്രമാവും സങ്കേതം. ഇക്കാലത്തെ ജനങ്ങളുടെ കാര്യം പോക്കാണല്ലോ. ആവും, സംശയമുണ്ടോ? സൂറത്തുൽ വാഖിയയിലുണ്ട്, അവസാന കാലങ്ങളിലുള്ള മനുഷ്യരിൽ കുറച്ചു പേരേ സ്വർഗത്തിലെത്തുകയുള്ളൂ, അധികവും നരകക്കാരാണ്. പലരും മറ്റുള്ളവർക്ക് നഷ്ടം വരുത്തുന്നവരാണ്, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് സ്വന്തമാക്കുന്നവർ. അശ്രദ്ധയോടെ ജീവിക്കുന്നവരാണ് ഇങ്ങനെയുള്ള നരകക്കാരിൽ അധികവും. അതുകൊണ്ടാണ് സൂക്ഷ്മത പാലിക്കണമെന്ന് പറയുന്നത്. തെറ്റേത് ശരിയേത് എന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. തഖ്വ എന്ന അറബി പദമില്ലേ, അതുതന്നെ. സമരത്തിലൊക്കെ ബസ് കത്തിക്കുകയും മറ്റും ചെയ്യുന്നവരോ? അവർ നശിപ്പിക്കുന്നത് പൊതുമുതലാണ്. അതിനുള്ള ശിക്ഷ ഭയാനകമാണ്. ഒരു നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ മുതൽ നശിപ്പിക്കുന്നതിനുള്ള ശിക്ഷ കിട്ടും. കച്ചവടത്തിൽ മാത്രമല്ല, ജനങ്ങളെ സേവിക്കുന്ന പ്രവൃത്തികളിലുള്ളവർക്കും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഷുഐബ് നബിയുടെ ഈ ഉപദേശം, ജനങ്ങൾക്ക് അവരുടെ വസ്തുക്കൾ നഷ്ടപ്പെടുത്തരുത് എന്ന കൽപ്പന. ഒരാൾക്ക് ചെയ്യുന്ന ഉപകാരം മറ്റൊരാളുടെ അവകാശം കവർന്നിട്ടാണെങ്കിൽ അതും ഈ ഇനത്തിൽപ്പെട്ട ശിക്ഷയാവും. അദ്ദേഹം ജനങ്ങളെ മുൻകാലത്തെ സമൂഹങ്ങൾക്കുണ്ടായ ആപത്തുകളെപ്പറ്റി അറിയിച്ചു. അവർക്കു മുമ്പേ ആദ്യ സമൂഹത്തിനും ദമൂദ് ഗോത്രത്തിനും കിട്ടിയ ശിക്ഷകളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. അക്രമികൾ പെരുകിയ നാടുകളിൽ നബിയെ നിയോഗിച്ച ശേഷം നിലപാട് നന്നാക്കാത്തവരെ ശിക്ഷിച്ച കഥകളും കേൾപ്പിച്ചു. എന്നിട്ട് ഷുഐബ് നബിയെ അവർ അനുസരിച്ചോ? ഇല്ല, അവർ ഷുഐബ് നബിയെ അസഭ്യം വിളിക്കുകയും എറിഞ്ഞു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമാണ് ചെയ്തത്. അവരിൽ നിന്ന് ഒട്ടും അകലെയല്ലല്ലോ ചാവുകടൽ. ആ കടൽ തീരത്തുണ്ടായ ഭയാനകമായ വിപത്ത് അവരെ ഓർമ്മിപ്പിച്ചു. ചാവുകടലോ? അതെവിടെയാ? നിങ്ങൾ ചരിത്രത്തിൽ ഡെഡ് സീ എന്നാവും കേട്ടിട്ടുണ്ടാവുക. ഡെഡ് സീയുടെ മലയാളമാണ് ചാവുകടൽ, ബഹ്റുൽ മയ്യിത്ത്. അത് പണ്ട് സദോം എന്ന പേരിൽ ഒരു നാടായിരുന്നു. ആ നാട്ടിൽ ഭയാനകമായ ഒരു തീമഴ പെയ്ത് ആ നാട് മുഴുവൻ കത്തിക്കരിഞ്ഞ് ചാമ്പലായി. ആ പ്രദേശത്തു കൂടി പോയാൽ അതിന്നും വിജനമായി കിടക്കുന്നത് കാണാം. പഴയ നഗരത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഒരുതരം വെണ്ണീറായി കിടപ്പുണ്ട്. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അത് സൾഫറും ബ്രിംസ്റ്റോണുമാണെന്ന്.
സസ്യങ്ങളോ മറ്റ് ജീവജാലങ്ങളോ ഒന്നുമില്ല. ഒരു കാലത്ത് പഴവർഗ്ഗങ്ങളൊക്കെ നിറഞ്ഞ ഫലഭൂഷ്ടിയുള്ള സ്ഥലമായിരുന്നു. ആ കടലിൽ മത്സ്യങ്ങളുണ്ടോ? ഡെഡ് സീയിലും ജീവജാലങ്ങളില്ല. ഉപ്പിന്റെ ഡെൻസിറ്റി കാരണം അതിൽ മീനുകൾക്ക് ജീവിക്കാനാവില്ല. മനുഷ്യരും ജീവജാലങ്ങളും പൊങ്ങിക്കിടക്കും. നല്ല രസായിക്കല്ലേ അതിൽ കുളിക്കാൻ? അവർക്കന്ന് നബി ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അതിൽ പണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ സഹോദരി പുത്രനായ ലൂത്ത് നബിയാണ് പ്രബോധനം ചെയ്തിരുന്നത്. കുറേ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ പ്രദേശമായിരുന്നു. ജനങ്ങൾ അക്രമികളും ചീത്ത സ്വഭാവമുള്ളവരുമായിരുന്നു. അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു സമൂഹവും ചെയ്തിട്ടില്ലാത്ത ഒരു ചീത്ത പ്രവൃത്തി അവിടുത്തെ പുരുഷന്മാർ ചെയ്തിരുന്നു. അതിന് സുവർഗരതി എന്നാണ് പേര്. നിങ്ങൾ കുട്ടികൾക്കത് മനസ്സിലാവില്ല. ഏറ്റവും നീചമായ ഒരു പ്രവൃത്തി, മഹാപാപം എന്ന് മനസ്സിലാക്കിയാൽ മതി. ലൂത്തിനെയും ദൂതനായി അയച്ചു. തൻ്റെ ജനതയോട് അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ നീചകൃത്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മുമ്പ് ലോകരിൽ ഒരാളും അത് ചെയ്യുകയുണ്ടായിട്ടില്ല. നിങ്ങൾ കാമനിവൃത്തിക്കായി പുരുഷന്മാരുടെ അടുത്ത് ചെല്ലുകയും പ്രകൃതിപരമായ മാർഗം ലംഘിക്കുകയും നിങ്ങളുടെ സദസ്സിൽ വച്ച് നിഷിദ്ധ പ്രവൃത്തി ചെയ്യുകയുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനത മറുപടിയൊന്നും പറഞ്ഞില്ല. നീ അല്ലാഹുവിൻ്റെ ശിക്ഷ കൊണ്ടുവരിക, സത്യവാനാണെങ്കിൽ എന്ന് പറഞ്ഞതല്ലാതെ. ഇതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാം, അവർ വഴിയാത്രക്കാരെ കൂടി തടസ്സപ്പെടുത്തി നീചവൃത്തിക്ക് പ്രേരിപ്പിക്കുന്നുവെന്ന്. എന്നുവെച്ചാൽ ആ നീചവൃത്തി അവർ പരസ്യമായി ചെയ്തെന്നോ? അവരത് പരസ്യമായി ചെയ്തുവെന്ന്. അതിനെതിരായി ലൂത്ത് നബി അലൈഹിസ്സലാം അവരെ ഉപദേശിക്കുകയും താക്കീത് ചെയ്യുകയും ചെയ്തു. ലൂത്ത് നബി അലൈഹിസ്സലാമയെ ഓർമ്മയുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ? അതെ, അദ്ദേഹം സദോം നിവാസികൾക്കിടയിൽ ജീവിച്ച് പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാകട്ടെ ജെറൂസലേമിലാണ്. ഒരു ദിവസം ഇബ്രാഹിം നബിക്കരികിൽ 3 സുന്ദരന്മാർ അതിഥികളായി എത്തി. അവിടെ മുഴുവൻ സുഗന്ധം നിറഞ്ഞു, ഏതോ സ്വർഗീയ പുഷ്പങ്ങൾ വിരിഞ്ഞതുപോലെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരുതി ഏതോ മാന്യരായ അതിഥികളാണെന്ന്. അദ്ദേഹം അകത്ത് ചെന്ന് പൊരിച്ച മാംസം കൊണ്ടുവന്ന് അവരെ സൽക്കരിച്ചു. അവരത് കഴിക്കാതിരുന്നത് കണ്ടപ്പോൾ അവരുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമുണ്ടായി. അവർക്കത് മനസ്സിലായി. അവരറിയിച്ചു, ഞങ്ങൾ മനുഷ്യരല്ല, സദോം നശിപ്പിക്കാനെത്തിയ മലക്കുകളാണെന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് ആ സമയത്തും ആവശ്യപ്പെട്ടത്രേ, സദോം നശിപ്പിക്കാതിരുന്നൂടെ? എത്ര വലിയ അക്രമികളാണെങ്കിലും അവർക്ക് നന്നാവാൻ ഒരവസരം കൂടി കൊടുത്തൂടെ എന്ന അപാരമായ വിട്ടുവീഴ്ചയാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. മലക്കുകളോട് തർക്കിച്ചുത്രേ. മലക്കുകൾ അറിയിച്ചത് അല്ലാഹു തആലയുടെ കൽപ്പന നടപ്പിൽ വരുത്തുന്നവർ മാത്രമാണ് ഞങ്ങൾ എന്നാണ്. മലക്കുകളോട് തർക്കിച്ചാൽ അല്ലാഹു തആല കോപിക്കൂലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ സത്യവിശ്വാസികളുടെ നേതാവാക്കുകയാണല്ലോ അല്ലാഹു തആല ചെയ്തത്. ഏറ്റവും നല്ല മനുഷ്യസ്നേഹി ആയതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഇതര സൃഷ്ടികൾക്ക് വേണ്ടി അദ്ദേഹം തർക്കിച്ചത്. അല്ലാഹു തആലയുടെ സൃഷ്ടികളെ സ്നേഹിക്കുന്നവരെ അള്ളാഹുവും സ്നേഹിക്കുന്നു. സദോം നശിപ്പിക്കാൻ നശിക്കട്ടെ എന്ന് വിചാരിച്ചാ പോരെ? മലക്കുകളെ അയക്കണോ? ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാൽ മതി, ഉണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊന്നും മായാജാലമല്ല. റിമോട്ട് കൺട്രോളിൽ പലതും ചെയ്യുന്നത് പോലെ എല്ലാം സയന്റിഫിക്കാണ്. ഓരോ പ്രവൃത്തിക്കും ചുമതലപ്പെടുത്തിയ കോടാനുകോടി മലക്കുകൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്. നമ്മളൊരു ഭക്ഷണം പാകം ചെയ്യാൻ പലതും കൂട്ടിക്കൊഴിച്ച് വേവിക്കും പോലെ മലക്കുകൾ അവരുടെ കടമകൾ നിർവഹിക്കുകയാണ്. പക്ഷേ തീരുമാനം അല്ലെങ്കിൽ കൽപ്പന അള്ളാഹുവിൻ്റേത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മലക്കുകളോട് പരിഭവിച്ചത് അവിടെ ലൂത്തുണ്ടല്ലോ എന്നാണ്. അദ്ദേഹത്തെ ഞങ്ങൾ രക്ഷപ്പെടുത്തുമെന്നറിയിച്ചു മലക്കുകൾ. ലൂത്ത് നബിയുടെ അരികിലെത്തി. ലൂത്ത് നബി അലൈഹിസ്സലാം സുന്ദരന്മാരെ കണ്ട് പകച്ചു നിന്നു. വേഗം അവരെ സ്വീകരിച്ചിരുത്തി. ആ നാട്ടുകാരുടെ മുമ്പിലെങ്ങാനും ഈ സുന്ദരന്മാർ പെട്ടാൽ ആ അതിഥികൾ മാനം കെടുത്തപ്പെടും എന്ന് അദ്ദേഹം ഭയന്നു. കാരണം വഴിയോരങ്ങളിൽ ആളുകളെ തടഞ്ഞു നിർത്തി പരസ്യമായി നീചവൃത്തി ചെയ്യുന്നവരായിരുന്നു ആ നാട്ടുകാർ. അദ്ദേഹം ഭയപ്പെട്ട പോലെ അല്പനേരം കൊണ്ട് ആ നാട്ടിലെ കിങ്കരന്മാർ ആ വീട് വളഞ്ഞു. ലൂത്ത് നബിയുടെ പരിഭ്രമം കണ്ടപ്പോൾ അതിഥികൾ അറിയിച്ചു, താങ്കൾ ഭയപ്പെടണ്ട, ഞങ്ങൾ ഈ നാട് നശിപ്പിക്കാനെത്തിയ മലക്കുകളാണ്. നാളെ പുലർച്ചയ്ക്കാണ് വൻ വിപത്തുണ്ടാകുക. അതിനു മുമ്പ് താങ്കൾ കുടുംബത്തോടെ രക്ഷപ്പെടണം. ഏത് ഭയാനകമായ ശബ്ദം കേട്ടാലും ആരും തന്നെ പിന്തിരിഞ്ഞു നോക്കരുതെന്ന് ബോധ്യപ്പെടുത്തി. ലൂത്ത് നബി അലൈഹിസ്സലാം പുലർച്ചയ്ക്ക് മുമ്പ് തന്നെ നാട് വിട്ടു. പുലർച്ചെ നേരത്തെ ഭയാനകമായ ഒരു പൊട്ടിക്കൽ കേട്ട് ലൂത്ത് നബിയുടെ ഭാര്യ തിരിഞ്ഞു നോക്കി.
അവർ വിപത്തിൽ കുടുങ്ങി. ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു. അവരാണത്രേ ആ നാട്ടുകാർക്ക് വിരുന്നുകാരെത്തിയതിന്റെ വിവരം അറിയിച്ചു കൊടുത്തത്. ചാവുകടലിന്റെ തീരത്തൊരു ഉപ്പു തൂണുണ്ട്. അത് ലൂത്ത് നബിയുടെ ഭാര്യയാണെന്ന് വേദക്കാർ വിശ്വസിക്കുന്നു. യാതൊരു പരിചയമില്ലാത്തവർ വന്നിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം സൽക്കരിച്ചത് എന്താ? അതിഥികളെ സൽക്കരിക്കണം, അത് പുണ്യമാണ്. ലൂത്ത് നബി അലൈഹിസ്സലാം സൽക്കരിക്കുക മാത്രമല്ലല്ലോ ചെയ്തത്, അവരുടെ സംരക്ഷണം കൂടി ചിന്തിച്ചാണ് ബേജാറായത്. എന്ന് വെച്ചാൽ അതിഥികളെ സൽക്കരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്നാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. ആ കടലിൽ കപ്പലൊക്കെ ഉണ്ടോ? ചാവുകടലിൽ കപ്പലൊന്നുമില്ല. അതിലിറങ്ങുന്ന മനുഷ്യർ പോലും ബോട്ട് പോലെ പൊങ്ങിക്കിടക്കും. അതിൽ കുളിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണോ? ആ വെള്ളം ആരോഗ്യത്തിന് നല്ലതാവാനൊന്നും ചാൻസേ ഇല്ല. അല്ലാഹു തആലയുടെ ശിക്ഷ ഇറങ്ങിയ സ്ഥലമാണല്ലോ. ഷുഐബ് നബി ജനങ്ങളെ ഈ ചാവുകടലിന്റെ തീരത്ത് താമസിച്ചവരുടെ കഥ ഓർമ്മിപ്പിച്ചു. അഴിമതി ചെയ്യുന്നത് കർശനമായി വിലക്കി. പണം വാരി കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അള്ളാഹു മിച്ചം തരുന്നത് അല്പമാണെങ്കിലും അതിലാണ് ഐശ്വര്യമെന്ന്, അത് മാത്രമേ നിലനിൽക്കൂ എന്നും അദ്ദേഹം ഉപദേശിച്ചു. ചാവുകടലിന്റെ കഥ കേട്ടിട്ടും നാട്ടുകാർ ഷുഐബ് നബിയെ അനുസരിച്ചില്ലേ? അവർ ഷുഐബ് നബിയോട് ചോദിച്ചത് എന്താണെന്നോ? അവർ പറഞ്ഞു, ഷുഐബേ, നീ പറയുന്നതിൽ നിന്ന് അധിക ഭാഗവും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. തീർച്ചയായും ഞങ്ങളിൽ ബലഹീനനായിട്ടാണ് നിന്നെ ഞങ്ങൾ കാണുന്നത്. നിന്റെ കുടുംബങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നിന്നെ ഞങ്ങൾ എറിഞ്ഞുകൊല്ലുക തന്നെ ചെയ്യുമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നീയൊരു പ്രതാപവാനൊന്നുമല്ല. ബന്ധുക്കൾ എന്ന് വെച്ചാൽ ആരാണ്? ബന്ധുക്കൾ ആരാണെന്ന് ചോദിച്ച മദ്യൻ ഗോത്രക്കാര്. അക്കാലത്തൊക്കെ ഗോത്രകലഹങ്ങളുണ്ടല്ലോ. ഇദ്ദേഹത്തെ ഉപദ്രവിച്ചാൽ ആ ഗോത്രക്കാര് പകരം ചോദിക്കും. മദിയൻ ഗോത്രക്കാര് മുഴുവൻ അദ്ദേഹത്തെ അനുസരിച്ചോ? ഗോത്രക്കാര് മുഴുവനും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. എന്നാലും എറിഞ്ഞു കൊല്ലുന്നതൊന്നും ഗോത്രം നോക്കിയിരിക്കില്ല. എന്തായാലും ശക്തരായ ബന്ധുക്കൾ ഷുഐബ് നബിക്കുണ്ടെന്ന് മനസ്സിലാക്കാം. പലഹീന എന്ന് പറഞ്ഞ എന്തിനാ? ഷുഐബ് നബി അലൈഹിസ്സലാം ശക്തി കുറഞ്ഞ ശരീരപ്രകൃതിയോട് കൂടിയ ആളാണത്രേ. തടിമിടുക്കുള്ളവർക്ക് വേഗം അടിച്ചു വീഴ്ത്താലോ. നാട്ടുകാർ പ്രവർത്തിക്കുന്ന തെറ്റുകൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യേണ്ട ബാധ്യതയെ അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹം ഭംഗിയായി അത് നിർവഹിച്ചു. എന്നിട്ട് ഷുഐബ് നബിയെ അവർ അനുസരിച്ചോ? അവരാരും അദ്ദേഹത്തെ അനുസരിച്ചില്ല. എളുപ്പം പണം ഉണ്ടാക്കാനുള്ള ആർത്തി മൂത്താൽ ദൈവത്തെ ഓർമ്മയുണ്ടാവോ? എന്തായാലും അവർക്കുമേൽ മേഘത്തണൽ നാളിലെ ശിക്ഷ ഉറപ്പായി. എന്താണ് ആ ശിക്ഷ? ആ ശിക്ഷ എന്താണെന്ന് പറയാം. 7 ദിവസങ്ങളോളം ഒരുതരം ചൂടുകാറ്റടിച്ചുകൊണ്ടിരുന്നു. തീക്കാറ്റെന്നാണ് പറഞ്ഞു കേട്ടത്. കറുത്തിരുണ്ടൊരു മേഘം ആ നാടിന് മുകളിൽ നിരന്നു. മഴമേഘങ്ങളെ നാശിച്ച് എല്ലാവരും അതിനടിയിൽ നിരന്നുകൂടി. പക്ഷേ അതിൽ നിന്ന് പുറത്തു വന്നത് തീയമ്പുകളാണത്രേ. ഓരോരുത്തരെയായി കരിച്ചു വീഴ്ത്തിക്കൊണ്ടിരുന്നു. അവസാനം ഭയങ്കരമായ ഒരു ശബ്ദത്തോടെ എല്ലാം ഒടുങ്ങി. അപ്പൊ ഷുഐബ് നബിയും കൂട്ടരും അദ്ദേഹത്തെയും കുടുംബത്തെയും അനുയായികളെയും അല്ലാഹു തആല നേരത്തെ രക്ഷപ്പെടുത്തിയിരുന്നു.